കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ നിഷ്പക്ഷത പാലിക്കണം. കേരളത്തിൻ്റെ സാംസ്കാരിക നായകന്മാർ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ നഷ്ടങ്ങളും മരണങ്ങളും മാത്രമാണ് പറയുന്നത്. അത് നമുക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഗസയിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അതിന് അവർ തുറന്നു പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളൊന്നും അവർ അവഗണിക്കുന്നു. ഇതാണ് അവരുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നത്. സാംസ്കാരിക നായകരുടെ വാക്കും പ്രവൃത്തിയും സമൂഹത്തിൻ്റെ ബോധമനസ്സിൽ വളരെ സ്വാധീനം ചെന്ന ഒന്നാണ്. മനുഷ്യജീവിതത്തെ വില ഒരിക്കലും മതത്തിൻ്റെയോ ജാതിയുടെയോ ദേശത്തിൻ്റെയോ പേരിൽ അളക്കാനാകില്ല. യുദ്ധത്തിൽ മരിക്കുന്ന ഓരോ നിരപരാധിയുടെയും ജീവൻ്റെ വില ഒരേപോലെയാണ്. എന്നിട്ടും ഒരു വിഭാഗത്തിൻ്റെ മാത്രം വേദനകൾ ഉയർത്തിപ്പിടിക്കുകയും മറ്റൊരു വിഭാഗത്തിൻ്റെ വേദനകൾ അവഗണിക്കുകയും ചെയ്യുമ്പോൾ അതിൽ വിഭാഗീയത അല്ലെങ്കിൽ രാഷ്ട്രീയ അടുപ്പമോ അല്ല വർഗീയതയോ ആരോപിച്ചേക്കാം. ഇത് സമൂഹത്തിൻ്റെ ഇടയിൽ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വിഭജനങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ സാംസ്കാരിക നായകരാണ്. നിങ്ങളുടെ സംസാരം സമൂഹത്തെ വിഭജിക്കാനാകരുത്, അത് കൂട്ടിച്ചേർക്കാനായിരിക്കണം. അതാണ് നിങ്ങൾക്ക് സമൂഹത്തോടുള്ള കടമ. അതുതന്നെയാണ് സാംസ്കാരിക മഹത്വവും. സാംസ്കാരിക നായകരോട് എനിക്ക് പറയാനുള്ളത്, മനുഷ്യ ജീവൻ്റെ വേദനയ്ക്ക് ജാതിയില്ല, മതമില്ല, ദേശമില്ല. നിങ്ങളുടെ ശബ്ദം മനുഷ്യാവകാശത്തിന് വേണ്ടിയൊരു ശബ്ദമായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വർഗീയവാദികളായി ചിത്രീകരിക്കപ്പെടും.